ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ എങ്ങനെയാണ് ഈ കേരള ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഉണ്ടായ രണ്ട് സുപ്രധാന തീരുമാനങ്ങളെ കാണുന്നത്? കിരൺ സാർ, ആദ്യം തന്നെ എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ പൊതുകടം നാം മനസ്സിലാക്കണം. സർവേ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് സാർ. അതിനെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാളണ്ടിയർ അടിസ്ഥാനത്തിൽ അവർ സർവേ ചെയ്യുന്നതിന് ഇവിടെ ആർക്കും വിരോധമില്ല. ജനങ്ങളുടെ നികുതി പൈസ എടുത്ത് സർവേ നടത്തുന്നതിനോടാണ് പലരും എതിർക്കുന്നത്. ഏതായാലും എന്ന് വെച്ചാൽ കോടതി അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെയും സുപ്രീം കോടതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫോൺ നമ്പറിന്റെ കാര്യം സാർ, നമ്മുടെയൊക്കെ ഫോൺ നമ്പർ നമ്മുടെ കയ്യിൽ നിന്ന് പോയി സാർ. അതായത് ഏതെങ്കിലും ഒരു കല്യാണത്തിന് ഒരു ഹാള് ബുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ ജുവലറിയുടെ ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരികയാണ് ക്യാൻവാസിന് വേണ്ടിയിട്ട്. ഈ രീതിയിലേക്ക് സംഗതി പോയി കഴിഞ്ഞ് നമ്മുടെ സ്വകാര്യ നമ്പറുകളെല്ലാം നമ്മുടെ നിന്ന് പോയി കഴിഞ്ഞു സാർ. പിന്നെ സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും തമ്മിലുള്ള പ്രശ്നം അത് അവര് തീർക്കട്ടെ സാർ. അങ്ങനെ പറയാവുന്ന ഒന്നല്ല ശ്രീ ചന്ദ്രൻ. അല്ല സാർ, സർക്കാരിന് ചില ഇതൊക്കെ ഉണ്ട് സാർ. അവർക്ക് കുറെ പവറുകളൊക്കെ ഉണ്ട് സർക്കാർ. അങ്ങനെ പവർ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമം. ശ്രീ സ്കറിയാണ് തൊടുപുഴയിൽ നിന്ന്. ശ്രീ സ്കറിയ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത്? നമസ്കാരം. ഞാൻ തൊടുപുഴയല്ല കേട്ടോ, കണ്ണൂർ ജില്ലയിൽ ചെറുപുഴയാണ്. ചെറുപുഴയില്ല, ക്ഷമിക്കണം, നമ്മള് തൊടുപുഴയാണ് എഴുതി വന്നത്. സ്കറിയ ചെറുപുഴ, അവര് തൊടുപുഴയെന്ന് അറിയാതെ എഴുതിയാണ്. ഞാൻ വിചാരിച്ച് ഈ സ്കറിയ എന്നുള്ള പേരൊക്കെ ഒരുപാട് പേർക്കുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ തൊടുപുഴയിൽ നിന്ന് മറ്റൊരു സ്കറിയ ആയിരിക്കും എന്ന് എഴുതി. ഓക്കെ. ഇതിപ്പോ എന്നാ കുഴപ്പമെന്ന് വെച്ചാല്, സാധാരണക്കാരന് കോടതി പോകാൻ കാശില്ല. നമ്മുടെ നികുതിപ്പണം എടുത്ത് സർക്കാരിന് കോടതി പോകുന്നതിന് എന്താ തെറ്റ്? കോടതി വിധിക്കുകയും ചെയ്യും. അപ്പൊ ഇവിടുത്തെ കോടതികളെ നമ്മള് കുറ്റം പറയുന്നില്ല. ഇവിടുത്തെ കോടതികളും ചില കാര്യങ്ങളില് എന്താ ചെയ്യുന്നതെന്ന് കോടതിക്ക് പോലും അറിയത്തില്ല. കാരണം ഒരു ഹൈക്കോടതി വിധിക്കുന്നു, അത് തെറ്റാണ്, അത് ചെയ്ത മോശമാണ്. സുപ്രീം കോടതിയിലേക്ക് സർക്കാർ കാശ് നമ്മുടെ നികുതിപ്പണം കൊണ്ട് അവിടെ ഏറ്റവും നല്ല പ്രഗത്ഭരായ വക്കീലിനെ വെച്ചിട്ട് വാദിക്കാൻ പോകുന്നു. നമ്മുടെ ഈ പാവപ്പെട്ട ഇവിടുത്തെ കഞ്ഞി കുടിക്കാൻ മേലാത്തവന്റെ നികുതിപ്പണം കൊണ്ടാ. അവിടെ ചെല്ലുമ്പോൾ അത് വേറെ തിരിച്ചു പറയുന്നു. അപ്പൊ ഈ കോടതികളിലെ നിയമങ്ങളും എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പൊ നമ്മുടെ ഭരണഘടന എങ്ങനെയാണ് നമുക്ക് ഈ സാധാരണക്കാരന് ഇവിടെ നീതി ഉറപ്പാക്കുന്നതെന്ന് ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പൊ ഇതിനകത്ത് പറയേണ്ട ഒരു കാര്യങ്ങളല്ല. ഇപ്പം നമ്മുടെ ആരോഗ്യവകുപ്പ് കൊണ്ട് പറയുന്നത് കേട്ടോ, 600 സ്വകാര്യ ആശുപത്രിയിൽ ഇത് വന്നു. അത് ഞങ്ങൾ മുക്കി. ആംബുലൻസ് ഡ്രൈവർക്ക് 10,000 രൂപ കൈക്കൂലി കൊടുക്കുന്നതൊക്കെ ഉണ്ട്. ഞങ്ങളത് സെറ്റിൽമെന്റ് ചെയ്തെന്ന് ആ മന്ത്രിയുടെ പേര് കേസെടുക്കണ്ട. അതിപ്പോ ഇതിനകത്ത് ചർച്ചയിൽ പറഞ്ഞ ഒരു കേസല്ല. അപ്പൊ ഈ സർക്കാരിന് എന്ത് വേണേലും ചെയ്യും, ഏത് സർക്കാരിനും. പാവപ്പെട്ടവൻ എപ്പോഴും ഈ ഇവര് തരുന്ന റേഷനറിയും കഴിച്ച് ഇവര് പറയുന്ന കാര്യങ്ങളും കേട്ട് അവിടെ ഇരിക്കുക. ഇവര് നവകേരള സദസ്സ് നമ്മുടെ നികുതിപ്പണം എടുത്ത് നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ഇവർക്ക് പാർട്ടി